ഇന്ന് കർത്താവ് നമുക്ക് തരുന്നതായ ഒരു സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13, 14, 15, 16, 17 വാക്യങ്ങൾ വായിക്കാം. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അറിയിക്കുന്നു. യേശു കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനോടാണ്. നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശ പ്രമാണി യേശു കർത്താവിനെ രാത്രിയിൽ കാണാനായി കടന്നു വന്നു. നിക്കോദിമോസ് യേശുവിനെ കാണുവാൻ രാത്രിയിൽ കർത്താവിനെ കാണാൻ കടന്നു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിക്കോദിമോസിനോട് യേശു കർത്താവ് അറിയിച്ചു. പ്രാരംഭമായ വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നിക്കോദിമോസ് എന്ന പരീശനോട്, ആ മനുഷ്യനോട്, ന്യായപ്രമാണം വളരെ ആഴമായി അറിയാവുന്ന ആ വ്യക്തിയോട് യേശു കർത്താവ് സംസാരിക്കുന്നു. എന്നാൽ ആ ഒരു കോൺവെർസേഷൻ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടിയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? ഇവിടെ കർത്താവ് പറയുന്നു, അതുപോലെ യേശുവിനെയും ദൈവപുത്രനായവനെയും നാം ഉയർത്തുക. എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിൽ ഉയർത്തിയത്? സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായ ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ആ വാക്യം ഒന്നുകൂടെ, ഈ 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യഹോവ മോശയോട് പറയുകയാണ്, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെട്ടതായ വലിയൊരു പ്രതിസന്ധിയായിരുന്നു പാമ്പുകടിയേറ്റ് ജനം മരിക്കുന്നതായ അവസ്ഥ. ആ വിഷം അവരിൽ പ്രവേശിച്ച്
ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രത്യേക ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ ആ ഒരു സാഹചര്യത്തിന് ഒരു സൊല്യൂഷൻ ദൈവം മോശയോട് പറയുകയാണ്. എന്തായിരുന്നു ആ സൊല്യൂഷൻ എന്നറിയാമോ? ഒരു സർപ്പത്തെ ഉണ്ടാക്കി, അതിൻ്റെ ഒരു മോഡൽ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൻ്റെ മേൽ തൂക്കുക. ഈ പാമ്പുകടിയേറ്റ, ഈ വിഷമേറ്റ മരണത്തിലേക്ക് പോകുന്ന ഏത് വ്യക്തി അതിലേക്ക് നോക്കിയാലും ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും. ഇതേ കാര്യം യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അത് യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ആ ഉയർത്തപ്പെട്ട സർപ്പത്തെ, അതിന്റെ നിഴലായി ക്രിസ്തുവിനെ ഇവിടെ എടുത്തുയർത്തുന്നു. കർത്താവിനെ അതുപോലെ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകും, ജീവൻ ഉണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവർക്ക്, ഏത് പ്രതിസന്ധിയിലിരിക്കുന്നവർക്കും ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ പരിഹാരമുണ്ട്. നിങ്ങളൊരു പക്ഷേ സാമ്പത്തിക തകർച്ചയിലായിരിക്കാം, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കാം, ശാപത്തിന്റെ കീഴിലായിരിക്കാം, മാറാ രോഗങ്ങളിലായിരിക്കാം. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം, ഏക പരിഹാരം എന്ന് പറയുന്നത്. മനുഷ്യരല്ല, മതങ്ങളല്ല, സംഘടനകളല്ല, വ്യക്തികളല്ല. യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പൗലോസ് ഇത് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറ്റപ്പെടുത്തുവാനും, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉലച്ചിലുകൾ ഉണ്ടാക്കുവാനും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും, ആരാധനയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നുമൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കാനുമായി പല ശക്തികളും പ്രേരിപ്പിക്കുമ്പോൾ, പല സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങളുടെ പ്രത്യാശ ഉലഞ്ഞു പോകാതെ, നിങ്ങളുടെ ദൈവകൃപ അല്പം പോലും ചോർന്നു പോകാതെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നും, എല്ലാ സാഹചര്യത്തിലും, ഏതൊരവസ്ഥയിലും, ഏത് നേരത്തിലും എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുന്നേറാൻ കഴിയൂ. ഇന്നത്തെ കാലഘട്ടം ആ നിലയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ സാഹചര്യം ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, ഈ ഒരു ഭാഗം അടുത്ത ഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് വിഷബാധ ഏറ്റത്? എന്തുകൊണ്ടാണ് അവർക്ക് പാമ്പുകടി ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രതിസന്ധി ഉണ്ടായത്? അതിൻ്റെ പ്രധാന കാരണം അവർ ദൈവത്തോട് പിറുപിറുത്തതും, അവർ ദൈവത്തെ അവിശ്വസിച്ചത് നിമിത്തമാണ്. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ എന്തുവാകാം, ഇതൊക്കെ മാറും. സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരോട് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതായ പല പ്രതിസന്ധികളും അവർ കണ്ടിട്ടുണ്ട്. നമുക്ക് ജനിക്കുന്നതിന് മുൻപേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തുനിന്നെല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? അതിനകത്തുനിന്നെല്ലാം മനുഷ്യർ വിജയിച്ചില്ലേ? അതിനകത്തുനിന്നെല്ലാം ദേശത്തിലെ ദൈവസഭകളെ ദൈവം നിലനിർത്തിയില്ലേ? സഭകളെ ദൈവം നിലനിർത്തുകയും എണ്ണത്തിൽ വർദ്ധിപ്പിക്കുകയും കർത്താവ് ആത്മാക്കളെ രക്ഷിക്കുകയും തൻ്റെ പ്രവൃത്തിയെ ജയത്തോടെ കർത്താവ് നടത്തുകയും മുന്നേറുകയും ചെയ്തില്ലേ? അപ്പോൾ ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന് തകർച്ചകൾ ഉണ്ടായി, നമ്മുടെ വിശ്വാസം പുറകോട്ട് പോയി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും, അവിശ്വസിക്കുന്നവരും, കളിയാക്കുന്നവരും, പരിഹസിക്കുന്നവരുമൊക്കെ നിൽക്കുന്ന സമൂഹത്തിൽ ആ കേൾവികളുടെ, പ്രവർത്തികളുടെ നടുവിൽ ഞാനാകുന്ന വ്യക്തിയുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. കാരണം മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു പറയുന്നു. മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ലോകത്തിൽ നിൽക്കുന്നു. ഇന്നത്തെ ആശങ്കകളെക്കാൾ, ഇന്നത്തെ പ്രതിസന്ധികളെക്കാൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണത്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു വൈറസ് ഉണ്ടായാൽ, ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ളതായ പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. ചെയ്യണമെന്നുള്ളതാണ് സത്യം, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നും തൻ്റെ മക്കളെ ചേർപ്പാൻ അവൻ വരുമെന്നും പറഞ്ഞതായ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവരും അത് കേട്ടവർ എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്? അതിനുവേണ്ടി എത്ര പേർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി അതിനകത്ത് എത്ര പേർ? ഇന്ന് നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന വാക്കാണ് ജാഗ്രതയുള്ളവരായിരിക്കുക, ആശങ്കകൾ വേണ്ട, ജാഗ്രതയുള്ളവരായിരിക്കുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമെന്നുള്ള ജാഗ്രതയോടെ, ബോധ്യത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതേതും നിമിഷവും സംഭവിക്കാവുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. ഒരിക്കലും ഒരു സാഹചര്യത്തിന് മുമ്പിലും പിറുപിറുക്കുന്നവരാകരുത്. ഞാൻ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ വായിക്കേണ്ടതായ ഒരു ഭാഗമാണത്, ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണത്. 1 Corinthians chapter 10 verse 10-13. 1 കൊരിന്ത്യർ 10-ന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. എന്തുകൊണ്ട്? സംഹാരിയാൽ അവർ നശിച്ചുപോയി. അവരിൽ ചിലർ പിറുപിറുത്തു. സംഹാരിയാൽ നശിച്ചു പോയതുപോലെ പിറുപിറുക്കരുത്. പഴയ നിയമ ഇസ്രായേൽ സഭയെ നിഴലാക്കി നിർത്തിക്കൊണ്ട് പുതിയ നിയമ സഭയോട്, പൊരുളായിരിക്കുന്ന സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, പഴയ നിയമ ഇസ്രായേലിനെ ഒരിക്കലും നിങ്ങൾ വിസ്മരിച്ചു കളയരുത്. നിഴലായി സംഭവിച്ച കാര്യങ്ങളെ നിങ്ങൾ വിട്ടുപോകരുത്. അവർ നശിച്ചു പോയതിൻ്റെ പ്രധാന കാരണം അവർ പിറുപിറുത്തു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ലോകത്തിന്റെ അവസാനം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാധികളൊക്കെ ലോക അവസാനത്തിന്റെ കാര്യമാണോ? ഇത് കഴിയുമ്പോൾ ഇനി കർത്താവ് വരുമോ? എനിക്ക് പറയാൻ അറിയത്തില്ല, ദൂതന്മാർക്ക് പോലും അതറിയത്തില്ല. ഇതിനെ ഒന്നും വളച്ചൊടിക്കരുത്, ദയവായിട്ട് വളച്ചൊടിക്കരുത്. സ്വൈൻ ഫ്ലൂ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു കർത്താവിന്റെ വരവാണെന്ന്. മറ്റ് വ്യാധികളും ഭൂകമ്പങ്ങളും അവിടെയൊക്കെ ഉണ്ടപ്പോൾ ദാ യേശു വരുന്നു, 2000 ആകുമ്പോൾ യേശു വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊന്നും അങ്ങനെ ഇതിനെ ചിത്രീകരിക്കരുത് ദയവായി. പക്ഷേ ഒരു സത്യമായി പറയുന്നു, യേശു കർത്താവ് തൻ്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരും. ഇപ്പോഴത്തെ ചില പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം, ഇതാ യേശു വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് പറയും? അങ്ങനെയല്ല ഇതിനെ വിശദീകരിക്കേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്. ഇതൊക്കെയും ഈ കാണുന്നതൊക്കെയും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്. മഹാവ്യാധികളൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ ഇതോടുകൂടെ എല്ലാം തീരാൻ പോകുന്നു എന്നുള്ളതല്ല. പക്ഷെ ഏതു സമയവും യേശു വരാം, ഏതു സമയവും കർത്താവ് തൻ്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരാം. കാരണം യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതും നിവർത്തീകരിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതും നിവർത്തീകരിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പല ശുശ്രൂഷകളുടെ പ്രവചനങ്ങളും, സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. യേശു കർത്താവിൻ്റെ വരവിൽ നാം പ്രത്യാശയുള്ളവരായിരിക്കണം. ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം, എന്നുള്ള ചിന്തയിൽ ജീവിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തണം. കർത്താവിലേക്ക് നിങ്ങൾ ഏകാഗ്രഹപ്പെട്ടിരിക്കണം, അവനിൽ ആശ്രയിച്ച് ജീവിക്കണം. ഏത് നിമിഷവും നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഒരുക്കുവാൻ നാം ബന്ധപ്പെടുന്നവരായിരിക്കണം. യേശുവിൻ്റെ വരവ് പെട്ടെന്ന് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കേണ്ടത് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് പത്രോസ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് ഏത് സമയം സംഭവിക്കാം. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ
ലോകത്തിലെ എല്ലാ മനുഷ്യരും മാനസാന്തരത്തിലേക്ക്, കർത്താവിലേക്ക്, ലെറ്റ് us return to the Lord, ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇസ്രായേൽ ജനം പഴയ നിയമ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവർ ദൈവത്തോട് പിറുപിറുത്ത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അവർ ചോദ്യം ചെയ്തത് ദൈവത്തെയാണ്. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ദൈവം എന്താ ഇങ്ങനെ ചെയ്തേ? ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എന്താ? ദൈവം ഒരു ദുഷ്ടനായ ദൈവമാണോ? നോ, നെവർ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം എല്ലാ സമയവും നല്ലവനാണ്. ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കാത്തവനാണ്. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മളെ കടത്തിവിടുന്ന മേഖലകളിൽ ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നാം അവഗണിച്ച് കളയുന്നവരാകരുത്. നാം അതിനെ തിരിച്ചറിയുന്നവരായിരിക്കണം. 13-ാമത്തെ വാക്യത്തിൽ 12-13 വാക്യം വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. 1 കൊരിന്ത്യർ 10-12-13 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാമോ? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. God is faithful. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും 2-3 പ്രാവശ്യം വാ തുറന്നൊന്ന് പറയണം. ഇത് പറയാതിരിക്കരുത്. ദൈവം വിശ്വസ്തൻ. God is faithful. Again, repeat again and again, again and again. നിങ്ങൾ പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, God is faithful. ദൈവം വിശ്വസ്തനാണ്. കാർമേഘങ്ങൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. പ്രതിസന്ധികൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ബ്രദർ ഇമ്മാനുവൽ പാടിയതുപോലെ സമുദ്രങ്ങൾ എൻ്റെ മേളിൽ ഉയർന്നാലും അതിൻ്റെ നടുവിലും എന്നെ നടത്താൻ കഴിവുള്ള വിശ്വസ്തനായവനാണ് എൻ്റെ കർത്താവ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അതിൻ്റെ പോക്കുവഴിയും ദൈവം ഉണ്ടാക്കും. നമ്മൾ പാടുന്ന ഒരു പാട്ടാ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്ന് ചോദിക്കത്തില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുവായല്ല. ദൈവമക്കളെ, ഈ വാക്യം വിട്ടുപോവല്ലാകത്തുനിന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളെ വിടത്തില്ല. ദൈവം വിശ്വസ്തനാണ്. God is faithful. നിങ്ങൾക്കറിയാം, പത്രോസ് കടലിന്റെ മേളിലൂടെ നടക്കുന്ന സമയത്ത് അവൻ ആ വെള്ളത്തിലേക്ക് അങ്ങ് താണുപോയി. അവിശ്വസിച്ചു, സംശയിച്ചു, കർത്താവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തു. ദൈവം അങ്ങ് കളയുമല്ല പത്രോസിനെ, തന്റെ കൈ നീട്ടി ആഴത്തിൽ നിന്ന് അവനെ വലിച്ചെടുക്കുക. നിങ്ങൾ എത്ര ആഴത്തിലേക്ക് പോയോ അത്രയും ദൂരത്തിലേക്ക് അവന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയോ അത്രയും ഡിസ്റ്റൻസിൽ കർത്താവ് നിങ്ങളെ കടന്നു വന്ന് പിടിച്ചെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കരുത് പ്ലീസ്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നു. തിരുവെഴുത്തിലൂടെ ആ വചനം വിശ്വസിക്കുന്നവരോട് ദൈവം ഇടപെടുന്നു. വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരം നൽകും. വിശ്വസ്തനായ ദൈവം നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്ക് പോക്കുവഴികൾ ഉണ്ടാക്കും. ദൈവത്തിന്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. മാറ കുടിക്കുന്ന വെള്ളം കൈപ്പാകുമ്പോഴും അതിനെ മധുരമാക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമീൻ. പാറയ്ക്കകത്ത്, തീക്കൽ പാറയ്ക്കകത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം കൊണ്ടുവരുവാനുള്ള പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടലിന്റെ മുൻപിൽ വഴികൾ തുറന്ന് നിന്നെ മുന്നോട്ട് നയിക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമീൻ. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് തിരിച്ച് കൈകളിൽ ഏൽപ്പിക്കാനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ പിറുപിറുക്കരുത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ദൈവം നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ.